കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാഹുലിന് ശാരിയും സരിയും മനോഹറൊക്കെ ചേർന്നിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുവാണ്. പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ പ്രകാശന് എങ്ങനെയെങ്കിലും സോണിനെ ആൽബിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് രാഹുലിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് രാഹുലിന്റെ അവസ്ഥ കണ്ട് ആകപ്പാടെ തകർന്നടിയാണ് പ്രകാശന്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി ഇപ്പൊ രാഹുലിന്റെ പ്രകാശിന്റെ എല്ലാം പതനമാണ് ഇനി കുറെ ദിവസങ്ങൾ ഇനി നമ്മൾ കാണുന്നത്. ഇത്രയും കാലം രാഹുല് ഇങ്ങനെ രാജാവിനെ പോലെ ഞങ്ങൾ വാഴുമായിരുന്നു. എല്ലാരെയും ഇല്ലാതാക്കാനായിട്ട് അവന്റെ ഗൂഢതന്ത്രങ്ങളൊക്കെ അവൻ മെനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇനി കാണാൻ പോകുന്ന അവന്റെ പതനമാണ്. അപ്പൊ അവന്റെ പതനത്തിന് വേണ്ടിയിട്ട് അവന്റെ സ്വന്തം ഭാര്യയും മകളും തന്നെ അവനെ കുരുക്കിലാക്കുവാണ്. നാരങ്ങ വെള്ളത്തിനകത്ത് ഉറങ്ങാനുള്ള ഉറക്കുളിയൊക്കെ കടർത്തി കൊടുത്തിട്ട് അങ്ങനെ മയക്കി കിടത്തുവാണ്. പിന്നീട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുക. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കഴിയുമ്പോൾ അവർ വണ്ടിയായിട്ടൊക്കെ വന്നു. പിന്നീട് രാഹുലിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ട ഉടനെ ഒരു റൂമിലേക്ക് കൊണ്ട് കിടത്തുവാണ്. പിന്നീട് ഡോക്ടറോട് കയറി കാര്യങ്ങളൊക്കെ മനോഹർ പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ശാരി വയ്ക്കുന്നുണ്ട്. അല്ല മോനെ, ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ രാവിലേട്ടനെ കൂടെ നമുക്കിവിടുന്ന് പോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയമ്മ ഇന്ന് തന്നെ പോന്നേ? നമ്മൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ലോ. അത് മാത്രമല്ല, അച്ഛനെ ചിലപ്പോൾ 3-4 ദിവസം ഇവിടെ കിടക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ഈ സമയം സരിയ പറഞ്ഞു, അല്ല മനുവേട്ടാ, അച്ഛനെ കുറിച്ച് നമ്മൾ ഡോക്ടറോട് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും എനിക്കൊരു കുഴപ്പമില്ലെന്നല്ലേ പറയുള്ളൂ. അതല്ലേലും അങ്ങനെയല്ലേ. ഭ്രാന്തന്മാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭ്രാന്തന്മാരെ സമ്മതിക്കും എനിക്ക് ഭ്രാന്ത് ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട. അതൊന്നും നമ്മൾ കയറി പറയണം അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അച്ഛൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ. എങ്കിൽ മാത്രമേ ഡോക്ടർക്ക് വിശ്വാസമാവെന്ന് പറയണം. ശരി, അതൊക്കെ ഞാൻ കയറി പറഞ്ഞോളെന്ന് മനോഹർ പറയണം. കാരണം ഇവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂട്ടി അങ്ങോട്ട് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് കയറി പറയണം. പിന്നീട് മനോഹർ ഡോക്ടറെ കാണാൻ കയറുവാണ്. ഡോക്ടറെ കാണാൻ കയറിയിട്ട് മനോഹർ ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് പറഞ്ഞു പിടിപ്പിക്കുകയാണ്. ഡോക്ടറെ അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ്. കൊല്ലാൻ നോക്കി, തന്നെ ഭാര്യേനെയും തന്നെ അമ്മായിമേനെയും ഒക്കെ കൊല്ലാൻ നോക്കി. അതുകൊണ്ട് ഞങ്ങള് ഓരോ ദിവസം വീട്ടിൽ കഴിയുന്നത് പേടിച്ചിട്ടാ ഡോക്ടറെ. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് അസുഖം ഭേദമായിട്ട് വീട്ടിലേക്ക് വിട്ടാൽ മതി എന്നൊക്കെ മനോഹർ കയറി പറയുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ദിവസം ഞാൻ നോക്കട്ടെ, എന്റെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ, അതിനുശേഷം ഞാൻ തീരുമാനം പറയാന്നൊക്കെ പറയണം. അങ്ങനെ പുറത്തിറങ്ങിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ സരിയ പറഞ്ഞു, ശരിയാ, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പം അച്ഛന്റെ രോഗം ഭേദമായതിനു ശേഷം അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവനത്തിന് ഭീഷണിയാ. ഇനിയിപ്പം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അതിന്റെ പേരിലായിരിക്കും നമ്മളുമായിട്ട് വഴക്കടിക്കണേ. അങ്ങനെയൊക്കെ ശാരിയോടും മനോഹറിനോട് സരിയ പറയുന്നുണ്ടായിരുന്നു. ഈ സമയം വിക്രത്തിന്റെ വീട്ടിൽ നിന്ന് കല്യാണി കിരണൊക്കെ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ശരണ്യ അടുത്തേക്ക് വന്നു. ശരണ്യോട് പറഞ്ഞു, നീ പേടിക്കണ്ട കേട്ടോ, ഇപ്പം നിന്നെ ആയിരിക്കും ഏറ്റവും വലിയ ശത്രുവായിട്ട് വിക്രമും അവന്റെ അച്ഛനും കാണുന്നേ. അതൊന്നും കണ്ട് പേടിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞ ശരണ്യോട്, എനിക്ക് പേടിയോ? എനിക്കൊരു പേടിയില്ല. പേടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവറ്റോളുടെ ഇവിടെ കഴിയില്ലോ എന്ന് പറയണം. കല്യാണി പറഞ്ഞു, എന്റെ ആങ്ങളെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ സ്വഭാവം ശരിയല്ല. അവൻ ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾക്കൊക്കെ അവൻ എണ്ണി അനുഭവിക്കണം. ഇനി അവന് കിട്ടാൻ പോകുന്ന ജയിൽ ശിക്ഷയാ. അത് ഈ കല്യാണി വാങ്ങിച്ചു കൊടുക്കും. ആങ്ങളെ എന്നുള്ളൊരു പരിഗണനയൊന്നും ഞാൻ കൊടുക്കില്ല. ഇത്രയും കാലം ഞാൻ കൊടുത്തായിരുന്നു. പക്ഷെ സോണിമോളെ വീണ്ടും ഉപദ്രവിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്കത് സഹിക്കാൻ പറ്റില്ല. സോണിയെന്നല്ല, ശരണ്യയുടെ ജീവിതം, അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പെങ്ങളാണെങ്കിലും ഞാനൊരു പെൺകുട്ടിയല്ലേ. ശരണ്യ അനുഭവിച്ച വേദനകൾ അതെന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. അതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അവൻ എന്താന്നുള്ള കാര്യം അറിയണം. അവന് ജയിലിൽ കുറെ കാലം കിടക്കട്ടെ, എങ്കിൽ മാത്രം അവൻ നന്നാവുള്ളൂ. അവൻ നന്നാവുന്നതിനേക്കാളും കൂടുതൽ അവന്റെ അച്ഛനെന്ന് പറയുന്ന എന്റെ അച്ഛനുണ്ട്, ആ പ്രകാശനുണ്ടല്ലോ, അയാളാണ് ആദ്യം നന്നാവേണ്ടത്. അയാളെ നന്നാകുമായിരുന്നെങ്കിൽ ഈ വിക്രം ഇങ്ങനെ ആകില്ലായിരുന്നു പറയാണ്. ശരണ്യ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നമുക്ക് പതുക്കെ അതൊക്കെ തീരുമാനിക്കാന്ന് പറയാണ്. പിന്നീട് അവരോടെല്ലാം യാത്ര പോകാൻ സോണിയും കിരണും ആൽബി എല്ലാവരും കൂടെ പോവാണ്. ഈ സമയം സമനില തെറ്റിയ ഒരു അവസ്ഥയായിപ്പോയി വിക്രത്തിനും പ്രകാശനും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ തിളച്ചിരിക്കുകയാണ് പ്രകാശൻ പറഞ്ഞു, മനഃപൂർവ്വം അവള് പണി തരാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്ന, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റിലിടാൻ മോനെന്ന് പറയണ. അല്ല, അച്ഛൻ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടോ, ഈ പ്രകാശനോടാ കളി. ഇന്ന് അവറ്റകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ വലിയ ഷോ ഇറക്കിയതാ അവള്. അവളുടെ ചെലവിൽ ഇവിടെ കഴിയുന്നോണ്ടല്ലേ കുഴപ്പം. പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കൊണ്ട് ഇനിയിപ്പോൾ പണിയെടുക്കാനൊന്നും പറ്റില്ല. നീ എവിടെയല്ലോ ജോലി അന്വേഷിച്ച് പോവായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും വരുമായിരുന്നെന്ന് വിക്രത്തിനോട് ചോദിക്കണം.
അച്ഛൻ എന്താ പറയണേ? ഞാൻ കുറെ ജോലി അന്വേഷിച്ചല്ലേ, എവിടെയെങ്കിലും കിട്ടണ്ടേന്ന് ചോദിക്കണം. ഈ സമയം ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ആകെപ്പാടെയുള്ള പ്രതീക്ഷ ആ സോണിയായിരുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ സോണി എങ്ങനെ വരുതിക്ക് കൊണ്ടുവന്നിട്ട് വിക്രോ സോണിയായിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു. ആ പ്രതീക്ഷ പോയല്ലോടെ മോനെ പ്രകാശ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവളുടെ കീഴിലെങ്ങാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നമ്മൾ കൊല്ലാക്കൊല ചെയ്യുമായിരിക്കും നമ്മളെ. അതുകൊണ്ട് ഇവളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇനിയിപ്പം കാദംബരിയുടെ അടുത്തേക്ക് പോകാന്ന് വെച്ചാലോ, അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ ആ രതീഷ് ആട്ടി ഇറക്കുള്ളൂ എന്ന് പറയാം. പ്രകാശം പറഞ്ഞു, ഇനിയിപ്പം ഇവിടെ നിന്നേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നിന്നാലും അങ്ങനെ വെറുതെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. അല്ല അച്ഛൻ എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ എനിക്കറിയാന്ന് പറയാം. ഈ സമയത്ത് ശരണയെ വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കണം. പ്രകാശം പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയാം. വേണ്ടെങ്കിൽ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ശരണെ നല്ല ആസ്വദിച്ചു പോരുന്ന ഫുഡ് കഴിക്കണം. ഭാനുമതിയമ്മ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു. കുറെ സമയമൊക്കെ വിക്രം പിടിച്ചിരുന്നു. എത്ര സമയം എന്ന് വെച്ചാ വിശപ്പടക്കി ഇരിക്കുന്നേ. കാരണം സോണിയുടെ അവരുടെയൊക്കെ മുന്നിൽ ചമ്മയാലും വയറന്നെ അത് അനുവദിക്കുന്നില്ല. പിന്നീട് നാണം കെട്ട് പോയിരുന്ന് വിക്രം കഴിക്കുകയാണ്. ശരണ്യ അത് നോക്കി ചിരിക്കുകയാണ്. ഭാനുമതി അമ്മയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പം ജാട കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. വയറ്റിലേക്ക് വല്ലതും ചെല്ലണമെങ്കിൽ കഴിക്കണം. അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കഞ്ഞികൂടിയും കൂടെ മുട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെ ഭാനുമതി അമ്മയും പോയിരുന്ന് കഴിക്കുകയാണ്. പക്ഷെ പ്രകാശം കഴിച്ചില്ല. പ്രകാശം ദേഷ്യത്തോടെ ഇറങ്ങി പോവായിരുന്നു. ഈ സമയത്ത് വീട്ടിലേക്ക് കല്യാണിയും കിരണും എല്ലാം കൂടെ വരുന്നുണ്ട്. രൂപയും രാഹുലും ഇറങ്ങിച്ചെന്നു. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു മോളെ? ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നൊക്കെ ചോദിക്കാണ്. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, ഇത് ചെറിയൊരു അടിയൊന്നും പോരായിരുന്നു അവന്, ഇതിനേക്കാളും വലുതായിരുന്നു അവന് കിട്ടേണ്ടിയിരുന്നേ. കല്യാണം പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട കേട്ടോ, എന്റെ ബാക്കി അടി ഞാൻ കൊടുത്തോളാം അവനിട്ട്. അവൻ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ക്രൂരതകളൊന്നും ചെയ്യത്തില്ല. കുറെ നാൾ അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് സോണിയോട് പറഞ്ഞ് സൂക്ഷിക്കണം, എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനങ്ങനെ പെട്ടെന്ന് അടങ്ങിയിരിക്കുന്നവനല്ല, എന്തേലും കുതന്ത്രം ഒപ്പിച്ചോണ്ട് വരുമെന്ന് പറയണ. ഈ സമയം ആൽബി പറഞ്ഞു, അവൻ ഇനി എന്ത് ചെയ്യാനാച്ചാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനുള്ള താക്കീത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ കൺമുന്നിൽ അങ്ങനെ അവൻ വന്ന് പെട്ടിട്ടുണ്ടല്ലോ, ഇത്രയും നാളത്തെ പോലല്ല. ഇത്രയും കാലം ഞാൻ അടങ്ങിയിരുന്നു, ആ സോണിക്ക് വേണ്ടി മാത്രമായിരുന്നു, ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. അവൻ്റെ അടിച്ച് കറന്നൊടിച്ച് പോയിക്കോളെന്ന് പറയാണ്. അവൻ ഇനി എഴുന്നേക്കില്ലെന്ന് പറയാ. പോരാത്തിന് കിരണും കല്യാണി എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ സോണിയും ഇവരൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും രൂപ വെച്ചു, അല്ല എൻ്റെ അങ്കിളെന്ന് പറയാൻ അല്ല നിങ്ങളുടെ അങ്കിളെന്ന് പറയുന്ന അയാളെ കണ്ടായിരുന്നോ, രാഹുലിനെ കണ്ടായിരുന്നു ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ കല്യാണി പറഞ്ഞു, ഇല്ല കണ്ടില്ലെന്ന് പറയാണ്. കിരൺ പറഞ്ഞു, രാഹുൽ അങ്കിളിന്റെ കൊടുക്കാനുള്ള പണി മുൻകൂട്ടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഇതോടൊപ്പം ചന്ദ്രസേനൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ തയ്യാറാക്കി? അതൊക്കെ സസ്പെൻസ് അച്ഛാ, അച്ഛൻ കണ്ടോ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ അറിഞ്ഞാ പോയെന്ന് പറയാം. അപ്പൊ എന്തോ കാര്യമായിട്ട് രണ്ടും കൂടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാ. അതൊക്കെ കണ്ടോ, അച്ഛന് താമസിക്കാത്തൊരു സന്തോഷ വർത്താനം കിട്ടുമെന്ന് പറയാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, എത്രയാണെങ്കിലും അവനിട്ടൊരു തിരിച്ചടി കൊടുക്കണം, ഇനി ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അത്രമാത്രം ദുഷ്ടതയല്ലേ അവൻ കാണിച്ചെന്ന് പറയാണ്. ഈ സമയത്ത് മരണത്തോട് മല്ലടിച്ച നമ്മുടെ രാഹുൽ അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുക, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിനൊക്കെ തയ്യാറായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനി നമ്മുടെ പ്രകാശന് അവരെ കാണാനൊക്കെ വരുന്നുണ്ട്, ശാരീനെ സരയുവിനെ ഒക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.